കോൺഗ്രസ്സാണ് പ്രധാന എതിർ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത്. UDFിൻ്റെ സ്ഥാനാർത്ഥിയാണ് പ്രധാനമായി എതിർക്കുന്നത്. കോൺഗ്രസിൻ്റെ അണികൾ പലതരത്തിലുള്ള വികാരത്തിൽ പെട്ടാണ് നിൽക്കുന്നത്. അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്ന DCC പ്രസിഡന്റ് കൂടിയായിരുന്ന പ്രകാശിൻ്റെ മകൾ ഒരു FB പോസ്റ്റ് ഇട്ടുകൊണ്ട് അച്ഛനോടുള്ള വികാരം ഇപ്പോൾ പ്രവർത്തിക്കും നിലമ്പൂരിൽ എന്ന അർത്ഥസൂചന നൽകിക്കൊണ്ട് വന്നിട്ടുണ്ട്. പ്രകാശിനെയൊക്കെ സ്നേഹിക്കുന്ന ആളുകൾക്ക് പ്രശ്നങ്ങളുണ്ട് എന്നാണ് അർത്ഥം. അവർ താങ്കൾക്ക് വോട്ട് ചെയ്യേണ്ടതുണ്ടോ? അവരുടെ വോട്ട് താങ്കൾ അഭ്യർത്ഥിക്കും? ഞാൻ ഒരു സ്ഥാനാർത്ഥിയായി വന്ന സ്ഥിതിക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞാനൊരു കമൻറ്റിലേക്ക് പോകുന്നില്ല. കാരണം എല്ലാ വിഭാഗം ആളുകളോടും ഞാൻ വോട്ട് അഭ്യർത്ഥിക്കുന്നു. ശ്രീ VV പ്രകാശ് എനിക്ക് വളരെ വ്യക്തിബന്ധം ഉണ്ടായിരുന്നൊരു നേതാവ് കൂടിയാണ്. അദ്ദേഹം മാത്രമല്ല കേട്ടോ, ഇപ്പോൾ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥിയും ദീർഘകാലമായിട്ട് എനിക്ക് പരിചയവും സൗഹൃദവും ഉള്ള ആളാണ്. ഒന്നും പിന്നെ വ്യക്തിപരമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. VV പ്രകാശ് പ്രത്യേകിച്ചും ഒരു പ്രത്യേക സന്ദർഭത്തിൽ അദ്ദേഹവുമായി ചെലവഴിച്ച സമയമൊക്കെ ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഈ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഞാനും കണ്ടിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനിപ്പോഴൊരു കമൻറ്റ് നടത്തുന്നില്ല. കാരണം അത് കോൺഗ്രസിനകത്തെ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നമ്മളൊരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ തുല്യ ബഹുമാനത്തോടെ എൻ്റെ എതിർ സ്ഥാനാർത്ഥിയെയും കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ്. പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ടുള്ളൊരു പ്രശ്നവും ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടില്ല. ആശയങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ ചർച്ചകൾ കാര്യങ്ങളെല്ലാം സജീവമാണ് എന്ന് എനിക്കും അറിയാം. അതെല്ലാം നിലമ്പൂരിൽ സ്വാഭാവികമായിട്ട് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അത് ഏത് നിലയിൽ അത്തരം കാര്യങ്ങൾ വരുമെന്ന് ഞാനൊരു പ്രവചനത്തിനൊന്നും മുതിരുന്നില്ല. ഞാൻ എല്ലാ വിഭാഗം ആളുകളോടും കക്ഷി രാഷ്ട്രീയത്തിന് തന്നെ അതീതമായി വിശാലമായ നാടിൻ്റെ താല്പര്യങ്ങളെ മുൻനിർത്തി LDFന് വോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുക മാത്രം ചെയ്യുന്നു.